ഹായ് ഫ്രണ്ട്സ്, ഇന്നേ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ മീനും എടുത്ത് ഇതിൻ്റെ മുകളിൽ നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മീനും ഇവിടെ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പിടി ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, പിന്നെ ലെമണും, ഒരു 8-10 പച്ചമുളകും, പിന്നെ മല്ലിച്ചപ്പും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഞാൻ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ പച്ചമുളകും കൂടി പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഗീ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം അരിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് 1.25 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക, പിന്നെ 2 പട്ട, ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു സ്റ്റൗവിൽ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഫിഷും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കാരണം തന്നെ അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഫിഷൊക്കെ വേഗം തയ്യാറാക്കിയെടുക്കാൻ കഴിയും. നല്ലൊരു ഫ്ലേവറും കൂടിയാണല്ലോ. അപ്പോൾ ഫിഷ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അധികം ക്രിസ്പി ആവരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓയിലും നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് സവാള ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം, നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മസാലകൾക്ക് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിലിടുക, അടി പിടിക്കാതിരിക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ലെമൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഗ്രേവിയിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെയോ അതുപോലെ എരിവിൻ്റെയോ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ
കുറച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് എരിവ് അത്യാവശ്യം വേണമല്ലോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നാക്കി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫിഷെല്ലാം ഇതുപോലെ പരത്തി തന്നെ വെക്കാം. ഇനി നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആവിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ റൈസൊക്കെ ഇവിടെ പാകത്തെ വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഏലക്കും ഗ്രാമ്പൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇനി ഇത് വെറുതെ റൈസിൽ കിടന്നിട്ട് ഇനിയൊന്നും പ്രയോജനമൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ കടിക്കുകയില്ല. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് എടുത്ത് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതി. ഇതൊന്ന് ഇളക്കിയെടുക്കാം. കട്ടൊന്നുമില്ലാതെ തന്നെ നല്ല പാകത്തെ വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി പോട്ട് ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ ഗീ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.